ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയുമായി അസതോമ സത്യമയ എന്ന പ്രാർത്ഥനയുമായി നൂറ്റാണ്ടുകളോളം തപസ്സിരുന്ന ഭൂമിയാണ് ഭാരതം. ഈ ഭാരതത്തിലേക്ക് ക്രിസ്തുവാണ് യഥാർത്ഥ വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന തോമാസ് ശ്ലീഹായുടെ തിരുനാൾ നമ്മളിന്ന് ആചരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും, പ്രത്യേകിച്ച് തോമസ് നാമധാരികൾക്ക് നേരുകയാണ്. തോമസ് എന്ന വാക്ക് അരമായ ഭാഷയിലുള്ളതാണ്. അതിൻ്റെ ഗ്രീക്ക് പദം ദിദിമസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇരട്ട പിറന്നവനെന്നാണ്. ദ്വന്ദ്വ-വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നമ്മളെല്ലാം ഒരു പരിധിവരെ തോമസ്. ഇന്നത്തെ വചനഭാഗത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗത്ത് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആദ്യ വാക്ക്. യേശുവിൻ്റെ അനുഭവം തോമസിനില്ലാതെ പോകാനായിട്ടുള്ള കാരണം സമൂഹത്തിൽ നിന്ന് മാറി നിന്നതാണ്. മുഖ്യധാരയിൽ നിന്ന് മനസ്സുകൊണ്ട് മാറുന്നവരും ശരീരം കൊണ്ട് മാറുന്നവരും കർമ്മം കൊണ്ട് മാറുന്നവരും നിലപാട് കൊണ്ട് മാറുന്നവരും ഒക്കെ ഈ വാക്ക് ഏറെ ധ്യാനിക്കേണ്ടതാണ്. ക്രിസ്തു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ സമൂഹത്തോട് ചേർന്ന് പോകേണ്ടതുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന ചിന്തകൾ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ആദിവാസികളുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ ആദിവാസികൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആനക്കൂട്ടത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ഉപദ്രവവും മര്യാദയും ഉണ്ടാകും ആ കൂട്ടത്തിലുള്ള എല്ലാ ആനകൾക്കും. കാരണം അതൊരു കൂട്ടമായി പോകുന്നവർ. കൂട്ടത്തോട് ചേർന്ന് പോകുന്നവന് ഉപദ്രവവും മര്യാദയൊക്കെ ഉണ്ടാകും. പക്ഷേ ഒറ്റയാനെ പേടിക്കണം. അവൻ കൂട്ടം തെറ്റി നടക്കുന്നവൻ. കൂട്ടം തെറ്റി നടക്കുന്നവർക്കൊക്കെയും ഈ ദൈവത്തിൻ്റെ അംശം, ദൈവാംശവും ദൈവാനുഭവവും ഇല്ലാതെ പോകും എന്നാണ് ഈ വചനത്തിൻ്റെ ആമുഖവാക്യമായിട്ട് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത്. നീ നിൻ്റെ കുടുംബത്തോട് ചേർന്ന് പോകുന്നവനാണോ? നീ നിൻ്റെ തൊഴിൽ മേഖലകളിൽ നിൻ്റെ സഹപ്രവർത്തകരോട് ചേർന്ന് പോകുന്നവനാണോ? നീ ഇടവകയോട് ചേർന്ന് പോകുന്നവനാണോ? നീ സഭയോട് ചേർന്ന് പോകുന്നവനാണോ? രാഷ്ട്രത്തോട് ചേർന്ന് പോകുന്നവനാണോ? ചേർന്ന് പോകാത്തവർക്കൊക്കെയും ഈ ഒരു വേദനയുണ്ടാകും. ക്രിസ്തുവിനെ അറിയാൻ പറ്റിയില്ലല്ലോ, കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്പർശത്തിൻ്റെ, ക്രിസ്തു അനുഭവത്തിൻ്റെ അഭാവം ഏതൊരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർക്കും ഉണ്ടാകും. അത് ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. മനസ്സിൽ നിന്ന്, സ്വഭാവത്തിൽ നിന്ന്, പ്രകൃതത്തിൽ നിന്ന്, നിലപാടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് മാറിയോ എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതല്ല, ഒറ്റയായി ജീവിക്കുന്നു എന്നുള്ളതല്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഒറ്റയാണ് എന്ന് പരിതപിക്കുന്നവരിലെല്ലാം ഈ വേദന ഇരിപ്പുണ്ട്. എനിക്ക് സമൂഹത്തോട് ചേരാൻ പറ്റുന്നില്ല എന്നുള്ള വേദന തന്നെയാണ് സമൂഹം എന്നോട് ചേരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. അപ്പം ഈ ദിദിമസ് അല്ലെങ്കിൽ തോമസിൻ്റെ ആദ്യ നൊമ്പരവും അത് തന്നെയാണ്. അവന് ഈ സമൂഹത്തോട് ചേർന്നിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവമില്ലാതെ പോകുന്നതിൻ്റെ പ്രഥമമായ കാരണം ഈ തോമസിൻ്റെ കാരണം തന്നെയാണ്. സമൂഹത്തോട്, നീ ജോലി ചെയ്യുന്ന മേഖലയോട്, നീ ആയിരിക്കുന്ന കുടുംബത്തോട്, നീ നിൻ്റെ ഇടവകയോട്, നിൻ്റെ കുടുംബ യൂണിറ്റിനോട്, നീ പ്രതിദാനം ചെയ്യുന്ന സംഘടനയോട്, നീ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോട്, എന്തിന് ഏറ്റവും അധികമായി സഭയോട് നീ ചേർന്ന് പോകുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ക്രിസ്തു അനുഭവം ഉണ്ടാകില്ലെന്ന് സാരം. രണ്ടാമതായി നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം,
ഇവനോട് ഈ അനുഭവം ഉണ്ടായവർ പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ തോമസ് ചില നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം. ഇവിടെ രണ്ടർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പരമ്പരാഗതമായി വ്യാഖ്യാനിച്ചു പോരുന്ന ശൈലി സംശയിക്കുന്ന തോമസ് എന്നാണ്. സംശയിക്കുന്ന തോമസ് എന്ന വാക്ക് തന്നെ അതിന് അർത്ഥങ്ങളുണ്ട്. സംശയം നന്മയുടെ സംശയമാകാം, തിന്മയുടെ സംശയമാകാം. അതെങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ, ബാന്ധവങ്ങളിലുള്ള സംശയങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള സംശയങ്ങൾ, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള സംശയങ്ങൾ, വികാരിയച്ഛനും ഇടവക്കാരും തമ്മിലുള്ള സംശയങ്ങൾ, ഈ ബാന്ധവങ്ങളിലെ സംശയങ്ങളെല്ലാം തിന്മയുടെ സ്വഭാവമാണ്. അത് നെഗറ്റീവാണ്, അത് രോഗമാണ്. അതേസമയം അറിവിൻ്റെ സംശയങ്ങൾ അത് പോസിറ്റീവാണ്. ഒരു നല്ല വിദ്യാർത്ഥിയുടെ അടിസ്ഥാന യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ സംശയമുണ്ടാകുക എന്ന് തന്നെയാണ്. അപ്പോൾ ബാന്ധവങ്ങളിലെ സംശയമുണ്ട്, അറിവിൻ്റെ സംശയമുണ്ട്. അറിവിൻ്റെ സംശയങ്ങൾ വളരെ നല്ലതാണ്, ബാന്ധവങ്ങളിലെ സംശയങ്ങൾ വളരെ മോശവുമാണ്. നിൻ്റെ സംശയങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? നിൻ്റെ സംശയങ്ങളിൽ മഹാഭൂരിഭാഗവും ബന്ധങ്ങളുടെ സംശയങ്ങളാണെങ്കിൽ അത് പ്രശ്നമാണ്. ഇവിടെ സംശയം തോമസിൻ്റേത് ബന്ധത്തിൻ്റെ പ്രശ്നമല്ല. തോമസും യേശുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ഉദ്ധിതനാണോ ഇല്ലയോ എന്നുള്ള അറിവിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സംശയിക്കുന്ന തോമസ് എന്ന് പറയുന്ന പദപ്രയോഗം പോസിറ്റീവായിട്ട് കാണണം, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കണം. കാരണം യേശുവും തോമസും തമ്മിലുള്ള ബന്ധത്തിന് തോമസിന് സംശയമൊന്നുമില്ല. കാരണം അവൻ ഇതിക്ക് മുമ്പുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2 സംഭവങ്ങളിലൂടെ തോമസും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറയുന്ന അത്രയും വലിയ ബന്ധമൊന്നും നമുക്കിന്ന് നിർവചിക്കപ്പെട്ട ബന്ധങ്ങളിലൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ബന്ധത്തിൽ എന്ത് സംശയം? അപ്പോൾ ബന്ധത്തിൻ്റെ സംശയമല്ലത്, അറിവിൻ്റെ സംശയമാണ്. അത് നല്ലതുമാണ്. ഇനി അതൊരു സംശയമല്ല, അതൊരു ശഠ്യമായിട്ടെടുക്കും. ശഠ്യമായിട്ടെടുത്താൽ നമ്മൾ മറ്റൊരു വശവും കൂടി മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പൊതുവെ വ്യാഖ്യാനിച്ചു വരുന്നത് തോമസിൻ്റെ ശഠ്യതയെക്കുറിച്ച്. അവൻ്റെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ ഞാൻ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന തോമസിൻ്റെ ശഠ്യമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വായിക്കാതെ വായിക്കേണ്ട ഒരു ശഠ്യമുണ്ട്. അതാരുടെ ശഠ്യമാണ്? അത് ക്രിസ്തുവിൻ്റെ ശഠ്യമാണ്. അതെന്താ ശഠ്യം? തന്നോടൊപ്പമായിരിക്കുന്നവർ, അല്ലെങ്കിൽ തൻ്റെ സാക്ഷികളായി ജീവിക്കുന്നവർക്ക് തൻ്റെ അനുഭവം ഉണ്ടാകണമെന്ന ശഠ്യം. എന്തിനാണ് ക്രിസ്തു അപ്പസ്തോലന്മാരെ വിളിച്ച് തൻ്റെ കൂടെ നിർത്തിയത്? ഊണിലും ഉറക്കത്തിലും തൻ്റെ കൂടെ നടത്തിയത്, ചിലരെ പ്രത്യേകം മാറ്റി നിർത്തി ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്, അതൊക്കെയും തൻ്റെ ജീവിതത്തിന് സാക്ഷികളായി തീരേണ്ടവർക്ക് സാക്ഷ്യമുണ്ടാകണം എന്ന് തന്നെ കണക്കാക്കിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനൊരു സാക്ഷ്യമുണ്ട്. തൻ്റെ സാക്ഷികളായി മാറുന്നവർക്ക് തൻ്റെ അനുഭവം ഉണ്ടാകണമെന്ന്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞങ്ങൾ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കണ്ടതും അനുഭവിച്ചറിഞ്ഞതും ആയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തോമസ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഇതാണ്. തൻ്റെ അപ്പസ്തോലന്മാർ തൻ്റെ സാക്ഷികളായിട്ട് മാറണമെങ്കിൽ അത് ഏറ്റവും അനുഭവവേദ്യമായ സാക്ഷ്യമായിരിക്കണം. അത് ഹൃദയസ്പർശിയാകണം. അങ്ങനെയെങ്കിൽ ഈ 10 പേർക്ക് കണ്ടു മാത്രം പോരാ, 11ാമനായ തോമസിനും കണ്ടേ പറ്റൂ. അത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ ഇവിടെ വിജയിക്കുന്നത് തോമസിൻ്റെ സാക്ഷ്യമല്ല, അതിനേക്കാൾ ഉപരി
തൻ്റെ സാക്ഷിയായി ജീവിക്കേണ്ടവന് ക്രിസ്തുവിൻ്റെ അനുഭവം ഉണ്ടാകണമെന്ന ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെ ആണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മൾ നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കുമ്പോൾ ചില ഓഫറുകളൊക്കെ വയ്ക്കുമല്ലോ ദൈവത്തിൻ്റെ മുമ്പിൽ. പഠിക്കുന്ന പിള്ളേർ പറയും പരീക്ഷയ്ക്ക് ജയിച്ചാൽ ഇന്നത് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചില ഞാൻ ഇന്നത് എനിക്ക് ലോട്ടറി അടിച്ചാൽ ഇന്നത് ചെയ്തേക്കാം. ഈ സാഠ്യം ആരുടെയാണ് ജയിക്കണേ? പലപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മുടെ സാഠ്യം ജയിച്ചെന്ന്. അല്ല, ദൈവത്തിൻ്റെ സാഠ്യമാണ് വിജയിക്കുക. ദൈവത്തിൻ്റെ സാഠ്യം മാത്രമാണ് ലോകത്തിൽ ഇന്നോളം വിജയിച്ചിട്ടുമുള്ളൂ. ഈ ദൈവത്തിൻ്റെ സാഠ്യത്തെ കാണാതെ പോകുന്നു എന്നുള്ളതാണ്, വായിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം. ഈ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ തോമസിൻ്റെ സാഠ്യത്തെ നമ്മൾ പറയുമ്പോൾ ഇതിനപ്പുറമുള്ള കാണാതെ കാണപ്പെടേണ്ട, എഴുതാതെ വായിക്കപ്പെടേണ്ട ക്രിസ്തുവിൻ്റെ സാഠ്യമുണ്ട്. ആ സാഠ്യത്തെ തിരിച്ചറിയാൻ പറ്റണം. ആ സാഠ്യം തന്നെയാണ് ഇന്നോളം ലോകത്തിൽ നിന്നോളം വിജയിച്ചിട്ടുള്ളതും ഇനി വിജയിക്കാൻ പോകുന്നതും. ക്രിസ്തുവിൻ്റെ സാഠ്യം എന്തെന്ന് തിരിച്ചറിയണമെന്ന് മാത്രം. ആ സാഠ്യത്തിന് അനുകൂലമായൊരു സാഠ്യം നീ എടുത്താൽ ആ സാഠ്യം ഒരു പക്ഷേ അതിനോടൊപ്പം ക്രിസ്തുവിൻ്റെ സാഠ്യം വിജയിക്കുന്നതോടൊപ്പം നിൻ്റെ സാഠ്യവും വിജയിക്കും. ക്രിസ്തുവിൻ്റെ സാഠ്യത്വത്തിന് വിപരീതമായൊരു സാഠ്യമാണ് നീ എടുക്കുന്നതെങ്കിൽ അത് വിജയിക്കില്ല. ഒരു കുഞ്ഞുദാഹരണത്തിന്, നിൻ്റെ കുഞ്ഞ് ഒരു ചെറിയ കാര്യത്തിന് സാഠ്യം പിടിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സാഠ്യം നീ തീരുമാനിച്ചതാണ്, നീ അത് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചതാണെങ്കിൽ ആ സാഠ്യം വിജയിക്കും. നീ അത് നടത്തി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ കുഞ്ഞ് സാഠ്യം പിടിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ സാഠ്യം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സാഠ്യങ്ങളൊക്കെയും വിജയിക്കുന്നത് സാഠ്യക്കാരുടെ സാഠ്യം കൊണ്ടല്ല, മറിച്ച് ആർക്ക് എതിരെ സാഠ്യമെടുത്തോ അവരുടെ സാഠ്യങ്ങൾ നിൻ്റെ സാഠ്യങ്ങളോട് ചേർന്ന് പോകുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ സാഠ്യക്കാർ വിജയിക്കുന്നു എന്നൊന്നും ഒരിക്കലും കരുതിയേക്കരുത്. കാരണം സാഠ്യക്കാരുടെ വിജയം, സാഠ്യങ്ങൾ ആർക്കെതിരെ നടത്തുന്നുവോ അവർ നിനക്കനുകൂലമായിട്ട്, നിൻ്റെ സാഠ്യത്തിന് അനുകൂലമായതുകൊണ്ട് മാത്രമാണ് നിൻ്റെ സാഠ്യങ്ങൾ വിജയിച്ചിട്ടുള്ളത്. ലോകത്തിൽ നിന്നോളമുള്ള സാഠ്യങ്ങളുടെ ചരിത്രങ്ങളൊക്കെ, സാഠ്യങ്ങളുടെ സമരങ്ങളുടെ ചരിത്രങ്ങളൊക്കെയും നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് സാഠ്യക്കാർ മാത്രമായിരിക്കും. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കമ്പനികൾക്കെതിരെ സമരം ചെയ്ത തൊഴിലാളികളിൽ വിജയിച്ചത് ഉടമയോ തൊഴിലാളിയോ? ഒരിക്കലും വിജയിച്ചത് തൊഴിലാളികളല്ല, വിജയിച്ചത് മുതലാളിമാർ തന്നെയാണ് എന്നും എക്കാലത്തും വിജയിച്ചിട്ടുള്ളത്. കാരണം സാഠ്യങ്ങൾ എടുക്കാനേ തൊഴിലാളികൾക്ക് പറ്റൂ. അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് മുതലാളിമാരാണ്. ശമ്പളം കൂട്ടിക്കിട്ടാൻ വേണ്ടി ബഹളമുണ്ടാക്കി ശമ്പളം ഒരുപക്ഷെ കൂട്ടിക്കിട്ടി കഴിയുമ്പം പറയും ഞങ്ങൾ വിജയിച്ചു. കുറച്ച് കഴിയുമ്പോൾ കമ്പനി പൂട്ടി കഴിയുമ്പോൾ ആരാ വിജയിച്ചത്? എല്ലാ സാഠ്യങ്ങളും വളരെ ആഴത്തിൽ ധ്യാനിക്കപ്പെടേണ്ടതാണ്. ഇവിടെ തോമസിൻ്റെ സാഠ്യം വിജയിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ സാഠ്യം വിജയിച്ചു എന്നാണ്. വീണ്ടും നമ്മൾ തോമസ് പറയുന്ന അടയാളങ്ങൾ, തോമസ് ആവശ്യപ്പെടുന്ന അടയാളങ്ങൾ, അത് ധ്യാന വിഷയമാക്കേണ്ടത്. എന്താണ് തോമസ് ആവശ്യപ്പെട്ടത്? ക്രിസ്തുവിൻ്റെ മുഖച്ഛായയോ ക്രിസ്തുവിൻ്റെ അടയാളങ്ങളോ? നമ്മൾ ഇന്ന് ഒരു മനുഷ്യൻ്റെ തിരിച്ചറിയൽ അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ തിരിച്ചറിയൽ അടയാളങ്ങളല്ല ഇവൻ ആവശ്യപ്പെട്ടത്. ഒരു പക്ഷേ തോമസ് അന്നോളം ഈ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത ചില അടയാളങ്ങളാണ് അന്വേഷിക്കുക. തിരിച്ചറിയൽ അടയാളങ്ങളല്ല തോമസ് അന്വേഷിക്കുന്നത്, മറിച്ച് ഏതാണ് അന്വേഷിക്കുക? അവൻ്റെ സഹനത്തിൻ്റെ തിരുശേഷിപ്പുകളാണ്. സഹനത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് തോമസ് അന്വേഷിക്കുക. ഉദ്ധിതൻ്റെ അടയാളമായിട്ട് തോമസ് തൻ്റെ ചങ്കിൽ കൊണ്ടു നടക്കുന്നത് സഹനത്തിൻ്റെ തിരുശേഷിപ്പുകളാണ്. ഉദ്ധിതൻ്റെ അടയാളം എന്ന് പറയുന്നത് സഹിക്കുന്ന മനുഷ്യരല്ല, സഹനത്തിൻ്റെ തിരുശേഷിപ്പുകൾ കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് എന്ന് വേണം തോമസിൻ്റെ ഈ പഠനം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യാനായിട്ട്.
അവൻ്റെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച തോമസ്, നമ്മൾ വചനം ശ്രദ്ധാപൂർവം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, എവിടെയെങ്കിലും അവൻ കൈയിട്ട് നോക്കിയോ? ഇല്ലല്ലോ. കണ്ട മാത്രയിൽ അവൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അപ്പോൾ വിരലിടാൻ വേണ്ടിയിട്ടാണോ ഈ മുറിവന്വേഷിച്ചത്? പ്രിയപ്പെട്ടവരെ, തോമസിൻ്റെ ഈ മുറിപ്പാടന്വേഷണം നമ്മൾ ആഴത്തിൽ ധ്യാനിക്കപ്പെടേണ്ടതാണ്. അപരൻ്റെ മുറിപ്പാടന്വേഷിക്കുകയും അതിൽ സ്വയം നിർവൃതി അടയുകയും അപരന് മുറിപ്പാടുണ്ടെന്ന് പറഞ്ഞു പരത്തി ഒരു വിസർജന സുഖം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉത്തരാധുനിക കാലഘട്ടത്തിൻ്റെ പിന്തലമുറക്കാരായ നമ്മൾ ഈ വചനത്തെ ഏറെ ധ്യാനിക്കപ്പെടേണ്ടതാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെയും ഈ മുറിപ്പാടുകളുടെ പകർച്ചക്കാരായി മാറുന്നു എന്നുള്ളതാണ്. മുറിപ്പാടുകളുടെ പകർച്ചക്കാരായി മാറുന്നത് ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മുറിപ്പാടുകൾ കാണുമ്പോൾ ആ മുറിവിൽ കൈയിട്ടളക്കാനുള്ള പൗരാണിക വെപ്രാളത്തിന് അപ്പുറത്തേക്ക് ഈ മുറിപ്പാടിൻ്റെ പ്രചാരകരായി മാറുന്നു എന്നുള്ളതാണ്. തോമസ് ഇതിന് രണ്ടിലും നിന്നില്ലെന്നുള്ളത്. മുറിപ്പാടുകൾ മനുഷ്യർക്കൊക്കെയുണ്ട്. മുറിപ്പാടുകളില്ലാത്ത മനുഷ്യരാരാ ഉള്ളത്? എല്ലാവർക്കും മുറിപ്പാടുകളുണ്ട്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്കിലും മുള്ളില്ലാത്ത മനുഷ്യരാരാ ഉള്ളത്? എല്ലാ മനുഷ്യർക്കും ഈ മുള്ളുകളുണ്ട്. ഈ മുള്ള് മാറാനൊന്നും പോണില്ല. പൗലോസിൻ്റെ മാറിയില്ല, പിന്നെ എവിടെയല്ല മാറണം. പൗലോസിൻ്റെ പോയിട്ട് ക്രിസ്തുവിൻ്റെ മാറിയിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഈ വൃഥാ പ്രാർത്ഥനയായി ഈ മുറിപ്പാട് മാറ്റി കിട്ടണമെന്ന്. മാറാനൊന്നും പോണില്ല. അത് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ഈ മുറിപ്പാട് സാക്ഷ്യമായി മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തോമസ് അപരൻ്റെ മുറിപ്പാടുകൾ അതിനെ കിള്ളിപ്പൊളിച്ച് അതിനെ അപഗ്രഥനം ചെയ്ത് അതിനെ വിശകലനം ചെയ്ത് വൃത്തികേടാക്കി നാറ്റിക്കാനല്ല ശ്രമിച്ചത് എന്ന് വേണം നമ്മൾ പഠിക്കാൻ. അപരന് വേദനയുണ്ടാകുമ്പോൾ അത് ക്രിസ്തുവാണ് സഹിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് തോമസിൻ്റെ വിശ്വാസത്തിൻ്റെ ശൈലി നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ ചരിത്രത്തിലുടനീളം വിശുദ്ധ പരിവേഷം കിട്ടിയവരൊക്കെയും അപരൻ്റെ മുറിപ്പാടുകളെ കണ്ടിട്ട് ഇത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയും അപരന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലോ ആയിക്കോട്ടെ ഭാരതത്തിൻ്റെ ചരിത്രമായിക്കോട്ടെ രേഖകളില്ലാത്ത മനുഷ്യർ, വോട്ടവകാശമില്ലാത്ത മനുഷ്യർ, റേഷൻ കാർഡില്ലാത്ത മനുഷ്യർ, ഇവരെയൊക്കെ എത്ര പേരെ കാണണം ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി നടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയാം, ഈ ജനസംഖ്യയുടെ കണക്കെടുപ്പിലൊന്നും പെടാത്ത ഒട്ടേറെ മനുഷ്യർ നമ്മുടെ ഈ കത്തോലിക്ക ആതുരാലയങ്ങളിൽ കഴിയുന്നുണ്ട്. അഡ്രസ്സില്ലാത്ത മനുഷ്യരാണ്, വോട്ടില്ലാത്ത മനുഷ്യരാണ്. അതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല. അവരൊക്കെയും സഹിക്കുന്ന മനുഷ്യരായതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് അറിയാം ഇവരൊക്കെ ദൈവത്തിൻ്റെ തിരുശേഷിപ്പുകളാണെന്ന്. അത് തിരിച്ചറിയാൻ പറ്റാത്തവരാണ് ഈ മണ്ണിൻ്റെ മനുഷ്യർ, രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ, ഉദ്യോഗസ്ഥർ. നമ്മളൊക്കെയും ആ ലിസ്റ്റിൽപ്പെടും. തോമസിൻ്റെ കാഴ്ച നമുക്കുണ്ടാകണം, തോമസിൻ്റെ കണ്ണ് നമുക്കുണ്ടാകണം. എന്താണ് ആ കണ്ണ്? അപരൻ്റെ മുറിപ്പാട് കാണുമ്പോൾ ഇത് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പിന്തലമുറക്കാരനാണ് എന്ന കാഴ്ചപ്പാട്. മുറിപ്പാടുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പിന്തലമുറക്കാരാണ് എന്ന ബോധ്യം. ഒരു മുറിപ്പാടിലും കൈയിട്ടിളക്കാൻ നോക്കരുത്. ഒരു മുറിപ്പാടും കൂടുതൽ വിള്ളാനായിട്ട് ഇടവരുത്തരുത്. ഒരു മുറിപ്പാടും നൂതന മാധ്യമങ്ങളിലൂടെ പ്രചാരകരായി മാറരുത്. മറിച്ച് അപരൻ്റെ മുറിപ്പാട് കാണുമ്പോൾ തോമാസ് ലീഹ ചെയ്തതുപോലെ നെഞ്ചത്ത് കൈവച്ചിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയാനായിട്ടുള്ള വിശ്വാസമാണ് വളർത്തേണ്ടത്. അവരെൻ്റെ മുറിപ്പാട് കാണുമ്പോൾ നിൻ്റെ കൈ ചങ്കത്തേക്ക് പോയിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നെഞ്ചുരുകുന്ന
നെഞ്ച് കലങ്ങുന്ന കണ്ണൊരുകുന്ന ആ കണ്ണീരോടെ വിളിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. വീണ്ടും നമ്മൾ തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഞാനിരുന്ന ഏതാണ്ട് മിക്കവാറും പള്ളികളിൽ കുദാശവചനങ്ങൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ അവിടെ വിശ്വാസികൾ പറയുന്ന ഒരു മറുപടി വാക്യം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന. എന്തുകൊണ്ടോ ഈ പള്ളിയിൽ അത് കണ്ടിട്ടില്ല. അത് തോമസിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു പക്ഷേ ബൈബിള് അരച്ച് കലക്കിയിട്ട് അതിൻ്റെ മജ്ജ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാക്കിത് തന്നെയാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാതലായ ഒരു വാക്കാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. പണ്ട് ഈ മതബോധനം പഠിപ്പിക്കുന്ന അധ്യാപകർ കുട്ടികളെ കൊണ്ട് സുഹൃദേവൻ ചൊല്ലിക്കുകയായിരുന്നു. ഇന്ന് അത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ സുഹൃത ജപങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സുഹൃത ജപം തന്നെയായിരുന്നു എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന്. ഇന്ന് എൻ്റെ ഈ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു ചെറിയ എക്സർസൈസ് ഇതാ. ഇന്ന് കിടന്നുറങ്ങുന്നത് വരെ പറ്റുന്ന സമയത്തൊക്കെ തോമസിൻ്റെ ഈ വാക്കുകൾ ഒന്ന് ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. സാധിക്കുന്ന സമയത്തൊക്കെയും അതിനെണ്ണവും വണ്ണമൊന്നും നോക്കണ്ട, അതിൻ്റെ കോൺസെൻട്രേഷൻ നോക്കണ്ട, ശ്രദ്ധ നോക്കണ്ട, പതറിപ്പോയിക്കോട്ടെ. ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെയും ഇന്ന് ഇതൊന്ന് ചൊല്ലി നോക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ, ചെടി നനയ്ക്കുമ്പോൾ, മറ്റെന്ത് ജോലി ആയിക്കോട്ടെ, അടുക്കള ജോലി ആയിക്കോട്ടെ, എന്ത് ജോലി ചെയ്യുമ്പോഴും ഈ വാക്ക് ഒന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. തോമസിൻ്റെ വാക്കുകളുടെ അനുരണനങ്ങൾ എൻ്റെ ചങ്കിൽ വന്നിട്ട് അതിൻ്റെ കോശാന്തരങ്ങളിലേക്ക് പോയിട്ട് തോമസിൻ്റെ വിശ്വാസത്തിൻ്റെ പിൻതലമുറക്കാരായി ഞാൻ മാറുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വീണ്ടും നമ്മൾ കാണപ്പെടേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിതാണ്, തോമാസ് ശ്ലീഹ ഈ ഭാരതത്തിലേക്ക് വന്നവനാണ്. ഇവിടെ അവൻ്റെ വിശ്വാസം ഇവിടെ പ്രഘോഷിച്ചവനാണ്. അത് പരമ്പരാഗതമായി കിട്ടിയവരാണ് നമ്മളൊക്കെ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്കറിയാം, 1970-80 കാലഘട്ടങ്ങൾക്ക് ശേഷം ഈ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ, ഭാരതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പഴയ തലമുറയെ അപേക്ഷിച്ച് പുതിയ തലമുറ വിദ്യാഭ്യാസത്തിൽ, വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, യാത്രയിൽ, ആസ്വാദന രീതികളിൽ ഒക്കെ വികാസം പ്രാപിച്ചിട്ടുണ്ട്. പഴയ തലമുറയെക്കുറിച്ച് നമ്മൾ പരിഭവപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെ. വേണ്ട ഭക്ഷണം കിട്ടിയില്ല, വേണ്ട വിദ്യാഭ്യാസം തന്നില്ല, വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നില്ല, വേണ്ട ശ്രദ്ധയുണ്ടായില്ല, വേണ്ട കരുതലുണ്ടായില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അവരൊരു കാര്യം വളരെ സമൃദ്ധമായി നമുക്ക് തന്നിരുന്നു, അത് വിശ്വാസം. ഇന്ന് ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുതിയ മോഡേൺ മാതാപിതാക്കന്മാർ തങ്ങൾക്ക് കിട്ടാത്ത എല്ലാം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. തങ്ങൾക്ക് കിട്ടാത്ത, ഞാൻ പറയുന്ന വാക്കുകൾ അടിവരയിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ മാതാപിതാക്കന്മാർ തങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടാത്തതെല്ലാം മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ടത് എൻ്റെ മക്കളായിട്ട് കഷ്ടപ്പെടരുത്, ഇതപ്പോഴത്തെ മാതാപിതാക്കന്മാരുടെ വിചാരം. അങ്ങനെ വിചാരിച്ച മാതാപിതാക്കന്മാർ കണ്ണീരുകൊണ്ട് മുഖം കഴുകി ജീവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ മാതാപിതാക്കന്മാരെന്നെ കഷ്ടപ്പെടുത്തിച്ചു, അതുകൊണ്ട് എൻ്റെ മക്കളായിട്ട് കഷ്ടപ്പാടുണ്ടാവരുത് എന്ന് വിചാരിച്ച് മക്കളെ വളർത്തിയവരൊക്കെയും കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി കുടിക്കാൻ പോവുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ ദുരന്തം ഉണ്ടാവാൻ പോവുകയാണ്.
പഴയ മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസമാണ് ഇന്ന് ഏറ്റവും കുറവ് മാതാപിതാക്കന്മാർ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, കുടുംബം ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ ഇതിനേറെ പ്രസക്തിയുണ്ട് ഈ ചിന്തയ്ക്ക്. കാരണം ഒരു ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ അച്ഛനായിട്ടും അതുപോലെ തന്നെ മറ്റ് മതാധ്യാപകരായിട്ടും മറ്റ് സുഹൃത്തുക്കളായിട്ടും ഒക്കെ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ സാധ്യതയുണ്ട്. ഇന്ന് ആ സാധ്യത കുറവാണ്. കാരണം വീട്ടിലിരിക്കുമ്പോൾ ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ കാരണവന്മാരുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത മക്കളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഒരു പ്രത്യേകമായ ബാധ്യത ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം മറ്റു പരിതോവസ്ഥകളിൽ നിന്ന് വിശ്വാസം കിട്ടാനായിട്ടുള്ള, വിശ്വാസത്തെ വളർത്താനായിട്ടുള്ള ചില വിശ്വാസത്തിൻ്റെ ശാഠ്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള സാധ്യതകളില്ലാതിരിക്കുമ്പോൾ അതിനുകൂടിയുള്ള ഉത്തരവാദിത്വം സമൂഹം കൊടുക്കേണ്ട, സഭ കൊടുക്കേണ്ട വിശ്വാസത്തിൻ്റെ സത്ത് മാതാപിതാക്കന്മാർ കൊടുക്കാനായിട്ടുള്ള ബാധ്യത, കുടുംബത്തിൽ കൊടുക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട് എന്ന് ഈ തോമസ് ശ്ലീഹയുടെ തിരുനാൾ ഈ കൊറോണ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. തോമസ് ശ്ലീഹയുടെ ചൈതന്യം, വിശ്വാസത്തിൻ്റെ ചൈതന്യം നമ്മെ നയിക്കട്ടെ. തോമസ് ശ്ലീഹയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് തോമസ് നാമധാരികൾക്ക് നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.